നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പക്ഷേ മോദി ചെയ്തതോ? 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഭീകരർക്കെതിരെ യാതൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് മുൻ UPA സർക്കാർ തീരുമാനിച്ചതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാകിസ്ഥാനെ ആക്രമിച്ചാൽ വലിയ ചെലവ് വരുമത്രേ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഭീകരർക്കെതിരെ യാതൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് മുൻ UPA സർക്കാർ തീരുമാനിച്ചതെന്നും പാകിസ്ഥാനെ ആക്രമിച്ചാൽ അത് വലിയ ചിലവ് വരുത്തുമെന്നാണ് ന്യായീകരണവുമായി ചൂണ്ടിക്കാണിച്ച് എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമാണ് ഇന്ത്യയെന്നും ദക്ഷിണേന്ത്യയിലെ രാജ്യങ്ങൾ ആഗോളതലത്തിൽ തങ്ങളുടെ ലക്ഷ്യവും സ്ഥാനവും നേടിയെടുക്കാൻ ഇന്ത്യയിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമാണ്, അതായത് 125ഓളം രാജ്യങ്ങൾ ഇതിനുള്ളിൽ വരും. അവരെല്ലാവരും ഇന്ത്യയിൽ വിശ്വാസം അർപ്പിക്കുന്നു. ആഗോളതലത്തിൽ അവരുടെ സ്ഥാനവും ലക്ഷ്യവും ഉറപ്പിക്കാൻ ഇന്ത്യ അവരെ സഹായിക്കുമെന്നും അവർക്കറിയാം. അതിർത്തി മേഖലകളിൽ ഇന്ത്യ പലപ്പോഴും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒരു പൊതുസ്ഥലത്ത് നിലയുറപ്പിക്കുക എന്നത് മാത്രമല്ല അവരെ പ്രതിരോധിക്കാനുള്ള മാർഗം, മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സൈന്യത്തിന് ആവശ്യമായ പിന്തുണ നൽകുക, അതിർത്തിയിൽ ഭീഷണി വരുമ്പോഴെല്ലാം ശക്തമായി പ്രതിരോധിക്കുന്ന സംവിധാനം ഒരുക്കുക എന്നതെല്ലാമാണ്. മുൻ UPA സർക്കാരിന്റെ കാലത്ത് അവർക്ക് ഒരിക്കലും തീവ്രവാദം എന്ന വിപത്തിനെ ശക്തമായി പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല. തീവ്രവാദം എന്നത് സാധാരണ വിഷയമെന്ന മട്ടിലാണ് അവർ കണ്ടിരുന്നത്. മുംബൈ ഭീകരാക്രമണം നടന്നതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മുൻ UPA സർക്കാരിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തർക്കങ്ങളുണ്ടായി, വിവിധ കാര്യങ്ങൾ പരിഗണിച്ചു, പിന്നെ തീരുമാനിച്ചത് ഇങ്ങനെയാണ്: മുന്നോട്ടൊന്നും ചെയ്യേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. കാരണം പാകിസ്ഥാൻ ആക്രമിക്കാനുള്ള ചിലവ് വളരെ അധികം കൂടുതലായിരിക്കുമെന്നാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഓപ്ഷൻ എന്നാണ് ആ വ്യക്തി പറഞ്ഞത്. ഇക്കാര്യത്തിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഇപ്രകാരമാണോ പ്രതിരോധ നയം വരേണ്ടത്? വിദേശ നയം ഇന്ന് ആത്മവിശ്വാസത്തിന്റെ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഭീകരർക്ക് അതിർത്തി കടന്ന് മറുപടി നൽകാൻ ഇന്ന് ഈ സർക്കാരിന് യാതൊരു മടിയുമില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കി. മോദിയുടെ ഗ്യാരണ്ടി ഒരിക്കലും രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അത് ആഗോള തലത്തിലുള്ളതാണെന്നും എസ് ജയശങ്കർ പ്രശംസിച്ചു. വിദേശത്തുള്ള ഓരോ ഇന്ത്യൻ പൗരന്മാരുടെയും സുരക്ഷ സർക്കാരിന് പരമപ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പൗരന്മാരുടെ ജീവൻ സുരക്ഷിതമാക്കാൻ നയതന്ത്ര ഇടപെടൽ നടത്തേണ്ടി വന്ന നിരവധി അവസരങ്ങളും പ്രധാനമന്ത്രി നൽകിയ ഉറപ്പ് എപ്രകാരം പാലിക്കപ്പെട്ടു എന്നതിന്റെ ഉദാഹരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊറോണ മഹാമാരിയുടെ അവസരങ്ങളിൽ നമ്മൾ അത് കണ്ടു. യുക്രൈനിലെ സംഘർഷത്തിനിടയിലും അത് കാണാൻ സാധിച്ചു. അതേപോലെ സുഡാനിലും ആ ഉറപ്പ് പാലിക്കപ്പെടുന്നത് കണ്ടു. ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഉണ്ടായപ്പോഴും അത് കാണാൻ സാധിച്ചു. രാജ്യത്തിൽ എല്ലായ്പ്പോഴും ശക്തമായ ഒരു സംവിധാനം ആവശ്യമാണ്. ലോകത്ത് എല്ലായ്പ്പോഴും നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതികരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അവിടെ പല വിഭാഗങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കേണ്ടതായി വരും. വിദേശകാര്യ മന്ത്രാലയം ചെയ്യേണ്ട കാര്യങ്ങളും പ്രതിരോധ മന്ത്രാലയം ചെയ്യേണ്ട കാര്യങ്ങളും അവിടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു.